വിശ്വാസത്തിന്റെയും ഐക്യത്തിന്റെയും സാക്ഷ്യമായി സ്വിറ്റ്സർലൻഡിലെ കാന്റോൺ ആർഗാവോ സീറോ മലബാർ സമൂഹത്തിന്റെ ക്രിസ്തുമസ് ആഘോഷം. സ്വിറ്റ്സർലൻഡിലെ ഏറ്റവും പഴക്കമുള്ള 30 വർഷത്തിലധികം ചരിത്രമുള്ള സീറോ മലബാർ ക്രൈസ്തവ സമൂഹം ഈ വർഷത്തെ ക്രിസ്തുമസ് ഭക്തിസാന്ദ്രമായി സെന്റ് ജോൺ ഇടവകയിൽ ആഘോഷിച്ചു. ഇടവകാജനം ഒരുമിച്ചാണ് ക്രിസ്തുമസ് ആഘോഷങ്ങൾ സംഘടിപ്പിച്ചത്. വെരി റവറന്റ് ഫാദർ ജാക്സൺ കുരിശുമൂട്ടിൽ MCBS വിശുദ്ധ കുർബാനയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സ്വിറ്റ്സർലൻഡിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നൂറുകണക്കിന് വിശ്വാസികൾ ക്രിസ്തുമസ് ആഘോഷത്തിൽ പങ്കുചേർന്നു. ക്രമീകരിച്ച ക്വയർ സംഘവും അർപ്പണബോധത്തോടെ സേവനം ചെയ്ത അൾത്താര ബാലന്മാരും മനോഹരമായി അലങ്കരിച്ച അൾത്താരയും പുൽക്കൂടും ആഘോഷത്തിന് പ്രത്യേക ഭംഗി പകർന്നു. എല്ലാവരെയും ദൈവാനുഭവത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്നതായിരുന്നു ക്രിസ്തുമസ് ദിവ്യബലി. ക്രിസ്തുമസ് സന്ദേശത്തിൽ ഫാദർ ജാക്സൺ ക്രിസ്തുമസിന്റെ യഥാർത്ഥ അർത്ഥം വിശദീകരിച്ചു. ദരിദ്രനായി ലോകത്തിലേക്ക് വന്ന ഈശോ മിശിഹ മനുഷ്യർക്കെല്ലാം വിനയത്തിന്റെയും സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും മാതൃകയാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ക്രൈസ്തവ മൂല്യങ്ങളായ സ്നേഹം, പങ്കിടൽ, ദുർബലർക്കുള്ള കരുതൽ ഇന്നത്തെ ലോകത്തിൽ എത്രമാത്രം പ്രസക്തമാണെന്ന് അദ്ദേഹം പ്രത്യേകം ഊന്നിപ്പറഞ്ഞു. ദിവ്യബലിക്ക് ശേഷം വിശ്വാസികൾക്കായി പാരിഷ് ഹാളിൽ സംഘടിപ്പിച്ച സ്നേഹവിരുന്നിൽ എല്ലാവരും പങ്കെടുത്തു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. സാന്താക്ലോസിന്റെ സന്ദർശനം ആഘോഷത്തിലെ മറ്റൊരു ആകർഷണമായി. പുഞ്ചിരികളും കയ്യടികളും നിറഞ്ഞ നിമിഷങ്ങൾ കുടുംബങ്ങൾക്കിടയിൽ കൂടുതൽ സൗഹൃദവും ഐക്യവും വളർത്തി. ഈ സമൂഹത്തിന്റെ ആദ്യകാല പൈതൃക ശില്പികളിൽ ഒരാളായ ജോസഫ് വെള്ളപ്പള്ളിൽ സീറോ മലബാർ സമൂഹമെങ്ങനെ സ്വിറ്റ്സർലൻഡിൽ രൂപം കൊണ്ടുവന്ന് വിശദീകരിച്ചു. ആദിമകാലത്തെ ബുദ്ധിമുട്ടുകളും വിശ്വാസത്തിന്റെ ശക്തിയും ഇന്ന് ശക്തമായ ഒരു സമൂഹമായി വളർന്ന കഥയും അദ്ദേഹം പങ്കുവച്ചു. ആഘോഷത്തിന്റെ ഭാഗമായി ശ്രദ്ധേയമായ മറ്റൊരു വിവരവും പങ്കുവയ്ക്കപ്പെട്ടു. പ്രശസ്ത മലയാള സിനിമാ നടൻ നിവിൻ പോളി 5-ാം വയസ്സുവരെ ഈ സമൂഹത്തിനൊപ്പം സ്വിറ്റ്സർലൻഡിലായിരുന്നു ബാല്യകാലം ചിലവഴിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ ഈ സീറോ മലബാർ സമൂഹത്തിന്റെ ആദ്യകാലത്തെ അംഗങ്ങളും സ്ഥാപകരിൽ ഒരാളുമായിരുന്നു. അവരുടെ സംഭാവനകളും ക്രിസ്തുമസ് ആഘോഷത്തിൽ ഓർത്തെടുത്തു. ഇപ്രാവശ്യം കാന്റോൺ ആർഗാവുവിൽ നടന്ന ഈ ക്രിസ്തുമസ് ആഘോഷം വിശ്വാസത്തിന്റെയും സംസ്കാരത്തിന്റെയും ഐക്യത്തിന്റെയും ശക്തമായ സാക്ഷ്യമായി മാറി. സ്വദേശത്തു നിന്ന് ദൂരെയായിരുന്നാലും തലമുറകളിലൂടെ കൈമാറപ്പെടുന്ന ആത്മീയ പൈതൃകം സംരക്ഷിച്ചു മുന്നേറുന്ന സീറോ മലബാർ സമൂഹത്തിന്റെ ശക്തിയും ഒത്തൊരുമയും ഈ ക്രിസ്തുമസ് ആഘോഷത്തിൽ വീണ്ടും തെളിയിച്ചു. പ്രിയമുള്ളവരെ, നമ്മളിപ്പോഴായിരിക്കുന്നത് സ്വിറ്റ്സർലൻഡിലെ ആറാവ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ ബുക്സ് എന്ന് പറയുന്ന സ്ഥലത്ത് 30 വർഷത്തിലേറെ ആയിട്ട് സീറോ മലബാർ സഭയുടെ ഏറ്റവും പഴക്കം ചെന്ന സ്വിറ്റ്സർലൻഡിലെ ഒരു കമ്മ്യൂണിറ്റിയാണ് ഇവിടെ ഉള്ളത്. അതിൻ്റെ ആരംഭ കാലഘട്ടത്തിൽ ഉള്ള ഒരു ചേട്ടനാണ് ബഹുമാനപ്പെട്ട ബോബൻ ചേട്ടൻ. അന്ന് മുതലേ ഈ കമ്മ്യൂണിറ്റിയുടെ നട്ടെല്ല് പോലെ നിലനിൽക്കുന്ന ഒരു ചേട്ടനാണ്. ചേട്ടൻ ഈ കമ്മ്യൂണിറ്റി തുടങ്ങിയതും അതിൻ്റെ അനുഭവങ്ങളൊക്കെ പറയും. അപ്പോൾ തന്നെ ഞാൻ പറയുകയാണ്, നമ്മുടെ സിനിമാ നടൻ നിവിൻ പോളി ജനിച്ചപ്പോഴും ആദ്യ കാലഘട്ടത്തിലൊക്കെ ഈ കമ്മ്യൂണിറ്റി പേരൻസുമായിട്ട് ഉണ്ടായിരുന്നു. ആ അനുഭവങ്ങളും ചേട്ടനുണ്ട്. നമ്മളോട് അതൊക്കെ പങ്കുവെക്കുന്നതായിരിക്കും. ചേട്ടൻ്റെ അനുഭവങ്ങളൊക്കെ ഞങ്ങളോട്. ഞാൻ ഈ സ്വിറ്റ്സർലൻഡിൽ വന്നത് 1990-ലാണ്. അതിനു മുമ്പും ഈ കമ്മ്യൂണിറ്റി ഇവിടെ ഉണ്ട്. സോ സ്വിറ്റ്സർലൻഡിലെ ഏറ്റവും പഴയതായിട്ടുള്ള ഒരു മലയാളി കമ്മ്യൂണിറ്റിയാണ് ആറാവിലെ. ഞാൻ 90-ൽ വരുമ്പോഴാണെങ്കിൽ ഒരു 300-ൽ താഴെ മലയാളികളെ മൊത്തം സ്വിറ്റ്സർലൻഡിൽ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നതൊരു 10,000 പേരെങ്കിലും ഏറ്റവും കുറഞ്ഞതുണ്ടാവും. നമ്മുടെ കമ്മ്യൂണിറ്റി എത്ര മലയാളികൾ ഉണ്ടാവും? ആ ഒരു 20 ഫാമിലീസ് ഉണ്ടാവും. പക്ഷെ അവർ വളരെ കൂട്ടായ്മയോടുകൂടി എല്ലാ പ്രസ്ഥാനങ്ങൾക്കും ഒരുമിച്ച് കൂടി ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അപ്പം ആദ്യത്തെ മലയാളി അസോസിയേഷൻ ഈ ആറാവ് ബേസ് ചെയ്തിട്ടായിരുന്നു. അതിൽ ബുക്സ് ഗെമൈൻ്റെ ആറാവിനോട് ചേർന്നുള്ള ഒരു ഗെമൈൻ്റെയാണ്. നിവിൻ പോളി സിനിമാ നടനൊക്കെ അവരുടെ പേരൻസ് കൂടിയായിരുന്നു രണ്ടുപേരും. നിവിൻ പോളിയുടെ മൂത്ത പെങ്ങളും ഇവിടെയാണ് ജനിച്ചത്. അവർ 5 വയസ്സ് വരെ കൂടി ഉണ്ടായിരുന്നു. അതിനുശേഷം അവര് നാട്ടിലേക്ക് പോയി സ്കൂൾ പഠിത്തമൊക്കെ തുടരാൻ വേണ്ടി. ഇന്ന് നമ്മളിവിടെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ വർഷത്തെ ക്രിസ്മസ് ആണ് ഇവിടെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, നമ്മളെല്ലാ വർഷവും ക്രിസ്മസിന്റെ തലേ ഞായറാഴ്ചയാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത്. 25-ാം തീയതി ഇവിടുത്തെ ലോക്കൽ കമ്മ്യൂണിറ്റിയുടെ കൂട്ടത്തിൽ കൂടി ഞങ്ങളുടെ പാരീഷിൽ ക്രിസ്മസ് ആഘോഷിക്കും. ഇവിടെ മലയാളം കുർബാന സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 32 വർഷം ആയി. അത് സ്വിറ്റ്സർലൻഡിൽ 2ാമതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ഇവിടെ. കോട്ടയം രൂപതയിൽ നിന്നുള്ള 2 വൈദികര് MDH പഠിക്കാൻ വേണ്ടി ലുഗാനോ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്തു വന്നു. അവരുടെ
അവരാണ് ഇവിടെ വന്ന് കുർബാന ചൊല്ലിക്കൊണ്ടിരുന്നത്. എല്ലാ മാസവും ഒരു ഞായറാഴ്ച അവർ വരുമായിരുന്നു. അപ്പം അങ്ങനെ തുടങ്ങി ഇപ്പം അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകുന്നു. ഇപ്പോൾ ഇവിടെ സീറോ മലബാർ സഭയുടെ ഒരു സെറ്റപ്പ് ഉണ്ട്. അതിൻ്റെ കീഴിലാണ് ഇപ്പോൾ ഇത് ഇവിടെ നടക്കുന്നത്. അപ്പം ഇതിനു മുമ്പ് ഞാനിതിൻ്റെ ഒരു ഇനിഷ്യേറ്റീവ് ചെയ്യാനുള്ള ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഒരു ജീവിത സാഹചര്യം കൊണ്ട് കുറേ തകർച്ചകളൊക്കെ വന്ന് നമ്മൾ നവീകരണത്തിലേക്ക് വന്നു. അപ്പോൾ ആ നവീകരണത്തിലേക്ക് വന്ന ആ കാലഘട്ടത്തിലാണ് ആദ്യമായിട്ട് മൈക്കിൾ പനച്ചിക്കൽ അച്ഛൻ്റെ ധ്യാനമാണ് ഞാനിവിടെ കൂടുന്നത്. അപ്പം അച്ഛനാണ് സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു ആത്മീയ ഗുരു. അതിനുശേഷം ഈ സ്വിറ്റ്സർലൻഡിലുള്ള മേജറായിട്ടുള്ള സൂറിച്ച്, അറാവ് റീജിയൻ, ബാസൽ, ലുഗാനോ ഏരിയയിലൊക്കെ എല്ലാ വർഷവും ഒരു 2 ടീമിനെങ്കിലും കൊണ്ടുവന്ന് ഒരു മാസം ഇവിടെ താമസിച്ച് ധ്യാനങ്ങൾ നടത്തുമായിരുന്നു. അപ്പം അത് ആൾക്കാരിലൊരു ആത്മീയ ഉണർവിന് കാരണമായി. അപ്പം അങ്ങനെ ഇരുന്നപ്പോഴാണ് നമുക്കിവിടെ മലയാളം മാസമൊന്നും ഇല്ലാതിരുന്നതുകൊണ്ട് ഞാനിങ്ങനെ അന്വേഷിച്ചപ്പം മനസ്സിലായി ലുഗാനോയിൽ ഇങ്ങനെ പഠിക്കാൻ വേണ്ടി അച്ഛന്മാർ വന്നിട്ടുണ്ട്. അവരവിടെ എല്ലാ ഞായറാഴ്ചകളിൽ തന്നെ കുർബാന ചെല്ലാറുണ്ട്. അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചു. കമ്മ്യൂണിറ്റി തന്നെയാണ് സെൽഫ് സപ്പോർട്ടിംഗ് ചെയ്യുന്നത്. ചേട്ടന് ഈ 30 വർഷത്തിന്റെ എക്സ്പീരിയൻസിൽ പഴയ ഒരു തലമുറയും പിന്നീട് ഇവിടെ ഉണ്ടായ ഒരു തലമുറയെയും കണ്ടിട്ടുണ്ട്, ഒരു അനുഭവമുണ്ട്. ഇത് രണ്ടുപേരുടെയും വിശ്വാസം ഇന്നുണ്ട്. ആദ്യ തലമുറ, ഇവിടെ ജനിച്ചു വളർന്ന തലമുറയും. ഞാനിവിടെ വന്ന് കാണുമ്പോൾ കുർബാനയ്ക്ക് കൂടുന്നതും പാട്ട് പാടുന്നതും ഇവിടെ ജനിച്ചു വളർന്ന തലമുറയാണ്. അതൊക്കെ ഒരു അത്ഭുതത്തോടെയാണ് നോക്കിക്കണ്ടത്. പക്ഷേ സത്യം പറയുകയാണെങ്കിൽ ആ പഴയ തലമുറയും പുതിയ തലമുറയും തമ്മിൽ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട് കൾച്ചറലായിട്ട്. കാരണം അവരെ സംബന്ധിച്ച് അവരിവിടെ ബോൺ ആൻഡ് ബ്രോട്ടപ്പാണ്. അപ്പം ഞങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഞങ്ങളുടെ സെക്കൻഡ് തലമുറ ഇതിലോട്ട് വന്നെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഒരു പരിധി വരെ, അതായത് പിന്നീട് വന്ന കൊച്ചു പിള്ളേർ കൊണ്ട് വന്ന ആൾക്കാരാണ് ഉണ്ടായി വന്ന ആൾക്കാരുടെ പിള്ളേരാണ് കൂടുതൽ ഇതിലോട്ടൊക്കെ ആക്റ്റീവായിട്ടുള്ളത്. ഞങ്ങളുടെ ആ കാലഘട്ടത്തിലുള്ളവരുടെ പിള്ളേരൊക്കെ അത്ര ആക്റ്റീവ് അല്ല. അവർ ഒരു 10-18 വയസ്സ് വരെയൊക്കെ ആക്റ്റീവായിട്ട് നിന്നിരുന്നു. അതിനുശേഷം അവർ അത്ര കോഓപ്പറേറ്റീവ് അല്ല. ഇപ്പം ഇവിടെ കണ്ട കൊച്ചു പിള്ളേരൊക്കെ ഞങ്ങളൊക്കെ വന്നതിന് ശേഷം ഇവിടെ വന്നു. അന്നേരം ഓൾറെഡി ഇവിടെ കുർബാനകളൊക്കെ ഉണ്ട്. അവർക്ക് പിന്നെ നാട്ടിലെ എക്സ്പീരിയൻസ് കൂടി ഉണ്ട്. അങ്ങനെയാണ് അവരിതുമായിട്ട് കൂടുതൽ ഡീൽ ചെയ്തത്. ഞാൻ മനസ്സിലാക്കുന്ന ഈ സീറോ മലബാർ സഭ ഇവിടെ വന്ന് പല സെന്ററുകളിൽ കുർബാന തുടങ്ങിയതുകൊണ്ട് ഒത്തിരി പോസിറ്റീവായിട്ടുള്ള സംഭവങ്ങളുണ്ട്. നമുക്ക് നമ്മുടെ തനതായ പാരമ്പര്യവും ക്രൈസ്തവ മൂല്യവും നമ്മുടെ ഭാഷയിൽ, മാതൃഭാഷത്തിൽ അനുഭവിക്കുവാനും ആഘോഷിക്കുവാനുള്ള അവസരമുണ്ട്. താങ്ക് യു സോ മച്ച് ചേട്ടാ. ഗുഡ്നസ് ചാനലിന് വേണ്ടി ഇത്രയും സമയം സ്പെൻഡ് ചെയ്തതിന് ഈ ആറാവൂലെ കത്തോലിക്ക കമ്മ്യൂണിറ്റിക്ക് എല്ലാ ആശംസകളും. അതുപോലെ വിൻസെന്റ് സഭയുടെയാണെന്ന് പറഞ്ഞു ഈ ചാനല്. പക്ഷെ അവിടെയുള്ള ഫ്രണ്ട് റണ്ണേഴ്സ് ആയിട്ടുള്ള വൈദികരൊക്കെയാണ് ഇവിടെ വന്ന് ധ്യാനങ്ങൾ നയിച്ചിരുന്നത്. ഫാദർ മൈക്കിൾ പനച്ചിക്കൽ, ജോസ് വെട്ടിയാങ്കൽ, ജോർജ് പനക്കൽ അച്ഛൻ, നായ്ക്കമ്പറമ്പിൽ അച്ഛൻ, ഇവരൊക്കെയാണ് ഇവിടെ വന്ന് കൂടുതലും ധ്യാനങ്ങൾ ആത്മീയ അടിത്തറ. യെസ് അതെ.